നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും തീർത്തു തരാൻ, നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയ്ക്കാൻ സാക്ഷാൽ കലിയുഗ വരദനായ അയ്യപ്പസ്വാമി കടന്നു വരുന്ന, നമ്മളുടെ ഓരോരുത്തരുടെയും വീട്ടിലേക്ക് ഭഗവാൻ വരുന്ന മറ്റൊരു മകരവിളക്ക് ദിവസം കൂടി, മറ്റൊരു മകരസംക്രാന്തി കൂടി കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് ഉച്ച കഴിഞ്ഞ് 3:08 മകരസംക്രാന്തി സംഭവിക്കുകയാണ്. ഇന്നാണ് മകരവിളക്ക്. ഇന്ന് ഭഗവാന്റെ സാന്നിധ്യം ഈ ഭൂമിയിലുള്ള ഈ തിരുദിവസം നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടോ എന്ന് നോക്കൂ. ഉണ്ടെങ്കിൽ ഉറപ്പിക്കാം ആ വീട്ടിൽ ഭഗവാൻ വന്നിരിക്കുന്നു, അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളത്. ആ വീട് രക്ഷപ്പെടാൻ പോവുക കേട്ടോ. ഇതെല്ലാ വീട്ടിലും സംഭവിക്കത്തില്ല. ഈശ്വരാധീനമുള്ള, ഭഗവാന്റെ സാന്നിധ്യമുള്ള, ഈശ്വരന്റെ അനുഗ്രഹമുള്ളവർ താമസിക്കുന്ന വീടുകളിൽ മാത്രമേ ഈ ലക്ഷണങ്ങൾ കാണുകയുള്ളൂ എന്നുള്ളതാണ്. ഞാനിവിടെ 10 കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ 10 എണ്ണത്തിൽ ഒരെണ്ണമെങ്കിലും ഇന്ന് രാത്രി തീരുന്നതിന് മുമ്പ്, മകരവിളക്ക് തെളിഞ്ഞ് മകരജ്യോതി ഉദിച്ച് ഇന്ന് രാത്രി തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ കണ്ടു കഴിഞ്ഞാൽ എഴുതി വെച്ചുകൊള്ളൂ. നിങ്ങളുടെ കഷ്ടപ്പാടും ദുരിതവും അവസാനിക്കാൻ പോവുകയാണ്. സാക്ഷാൽ അയ്യപ്പൻ നിങ്ങളുടെ ഭക്തിയിൽ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ സംപ്രീതനാണ്. ഭഗവാൻ എല്ലാം നൽകി അനുഗ്രഹിച്ച് ഈ മകരവിളക്ക് കഴിഞ്ഞ് മടങ്ങുന്നതായിരിക്കും. നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ ഇതിനേക്കാൾ വലിയൊരു ശകുനം ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ദീർഘിപ്പിക്കുന്നില്ല. എന്തൊക്കെയാണ് ആ 10 കാര്യങ്ങൾ, എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതായത് ഇന്ന് പുലർച്ചെ, അതായത് ഇന്നലെ രാത്രി കിടന്നുറങ്ങി ഇന്ന് വെളുപ്പിനെ എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങൾ ആനയെ സ്വപ്നം കണ്ടാൽ അത് ഏറ്റവും ശുഭകരമാണ് എന്നുള്ളതാണ്. പകലുറങ്ങുന്ന ശീലമുള്ളവരാണെങ്കിൽ പകലുറക്ക സമയത്തോ അല്ലെ ഉച്ചമയക്ക സമയത്തോ ആയാലും മതി. ഇന്നത്തെ ഈ ഒരു ദിവസം, ഇന്ന് പുലർച്ചെ അല്ലെങ്കിൽ ഇന്ന് പകൽ എപ്പോഴെങ്കിലും ഉറങ്ങുന്ന സമയത്ത് ആനയെ സ്വപ്നം കണ്ടാൽ അത് ഏറ്റവും വലിയ ശുഭശകുനമായിട്ടാണ് കണക്കാക്കാൻ സാധിക്കുന്നത്. ആരെങ്കിലും അത്തരത്തിൽ ആനയെ സ്വപ്നം കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസമോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ എപ്പോഴെങ്കിലുമോ വീട്ടിനടുത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി, അടുത്ത് എവിടെയാണോ അയ്യപ്പ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം, അവിടെ പോയി ഭഗവാനെ തൊഴണം കേട്ടോ. ഏറ്റവും ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോവുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ, ഭക്തിയിൽ ഭഗവാൻ സംപ്രീതനാണ്. എല്ലാ ഐശ്വര്യവും കലിയുഗ വരദൻ നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കും. സർവം മംഗളമായി തീരും എന്നുള്ളതാണ്. ആനയെ സ്വപ്നം കാണുന്നതാണ് ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, ഇന്നത്തെ ദിവസം, അതായത് മകരവിളക്ക് ദിവസം സന്ധ്യയ്ക്ക് നിങ്ങൾ വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്ന സമയത്ത് നിലവിളക്കിന്റെ അടുത്ത് എവിടെങ്കിലും പല്ലിയുടെ സാന്നിധ്യം ശകുനമായി കാണുക എന്നുള്ളതാണ്. അതായത് നമ്മളെല്ലാവരും വീട്ടിൽ വിളക്ക് കത്തിക്കുമല്ലോ, പ്രത്യേകിച്ചും മകരവിളക്ക് സന്ധ്യ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ അതിൻ്റെ പ്രത്യേകത. ത്രിസന്ധ്യയ്ക്ക് നിങ്ങൾ വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്ന സമയത്ത് നിലവിളക്കിന്റെ അടുത്ത് പല്ലി വന്നിരിക്കുക, അല്ലെ വിളക്ക് കത്തിച്ച് മാറി കുറച്ചു നേരം കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് നിലവിളക്കിന്റെ അടുത്ത് പല്ലി വന്നിരിക്കുന്നത് കാണുക. അത് അതീവ ശുഭകരമാണ് കേട്ടോ. ഏറ്റവും ഐശ്വര്യമാണെന്നാ പറയുന്നത്. ആട്ടിപ്പായിക്കരുത്, അതിനെ ഉപദ്രവിക്കാനൊന്നും നിൽക്കരുത്. ഏറ്റവും ഐശ്വര്യമാണ്. നിലവിളക്ക് കത്തിക്കുന്ന സമയത്ത് പല്ലിയുടെ ശകുനം നിലവിളക്കിനടുത്ത് കാണുന്നത്, അല്ലെ കത്തിച്ചു വെച്ച വിളക്കിനടുത്ത് പല്ലി വന്നിരിക്കുന്നതായിട്ട്, ഒന്നിലധികമോ ആവാം, വന്നിരിക്കുന്നതായിട്ട് ഇന്നത്തെ ദിവസം കാണുന്നത് ഏറ്റവും ശുഭകരമായിട്ടുള്ള ലക്ഷണമാണ്. അതിൽ പരമൊരു സൗഭാഗ്യം വേറെ വരാനില്ല. ജീവിതത്തിലെ ദുരിതങ്ങൾ അവസാനിക്കാൻ പോകുന്നതിൻ്റെ ആദ്യ പടിയാണ്, ആദ്യ ലക്ഷണമാണ് ഇത് എന്ന് പറയുന്നത്. ഇതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് എന്ന് പറയുന്നത്, ഇന്നത്തെ ദിവസം സന്ധ്യയ്ക്ക് മകരവിളക്ക് തെളിഞ്ഞു കഴിഞ്ഞ് മകരനക്ഷത്രം ഉദിച്ചു കഴിഞ്ഞ് ഇന്ന് സന്ധ്യയ്ക്ക് ശേഷം ചില കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കുക എന്നുള്ളതാണ്. എന്താണ് ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്? ഒന്ന് എന്ന് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏതെങ്കിലും വകയിൽ കുറച്ച് ധനം വന്നെത്തുക, അല്ലെങ്കിൽ ധനം വരുന്നതായിട്ടുള്ള വാർത്ത നിങ്ങൾ കേൾക്കാനിടയാവുക എന്നുള്ളതാണ്.
ഉദാഹരണത്തിന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മുടങ്ങിക്കിടന്ന് അല്ലെങ്കിൽ കിട്ടാതെ കിടന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും വകയിൽ നിങ്ങൾ തൊഴിലെടുത്തിട്ട് കിട്ടാതിരുന്ന അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തിട്ട് കിട്ടാതിരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന രീതിയിൽ ധനാഗമം അല്ലെങ്കിൽ അതിന് ഉതകുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു ഉയർച്ച, അത്തരത്തിലൊരു സന്തോഷ വാർത്ത ഇന്ന് മകരവിളക്ക് കഴിഞ്ഞു കഴിയുമ്പം ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ കേൾക്കും എന്നുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു ശുഭവാർത്ത ആരെങ്കിലും വന്ന് പറയുകയോ വിളിച്ചു പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ, അയ്യപ്പന്റെ വരപ്രസാദമാണത്. നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചയുടെ ആദ്യ ചവിട്ടുപടിയാണ് ഇന്ന് ഈ മകരവിളക്ക് ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അതുപോലെ മക്കളൊക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ മക്കളെക്കുറിച്ചുള്ള ചില സന്തോഷ വാർത്തകൾ, മക്കളെക്കുറിച്ചുള്ള ചില ആനന്ദം നൽകുന്ന ചില വാർത്തകൾ നിങ്ങളെ തേടിയെത്തും എന്നുള്ളതാണ്. അത്തരത്തിൽ മക്കളുടെ ഉയർച്ചയുമായിട്ട് ബന്ധപ്പെട്ടോ മക്കളുടെ ജീവിതത്തിലെ സന്തോഷമായിട്ടോ ബന്ധപ്പെട്ട് ആരെങ്കിലും ചില കാര്യങ്ങൾ, സന്തോഷ വാർത്തകൾ വിളിച്ചറിയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതും അയ്യപ്പന്റെ വരപ്രസാദമാണ്. ഇന്ന് സന്ധ്യയ്ക്ക് ശേഷം അങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എഴുതി വെച്ചുകൊള്ളൂ, സൗഭാഗ്യം വീട്ടുപടിക്കൽ എത്തി നിൽക്കുന്നു, അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹമുണ്ട് എന്നുള്ളതാണ്. ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തേത് എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ, നിങ്ങളുടെ വീട്ടിൽ ഒരു കാലത്തും പൂക്കാതെ നിന്ന ചെടി ആദ്യമായിട്ട് ഇന്നത്തെ ഈ തിരുദിവസം പൂവിടും എന്നുള്ളതാണ്. കൊണ്ടുവന്ന് വെച്ച് ഒരുപാട് നാളായിട്ട് വെള്ളവും വളവും ഒക്കെ കൊടുക്കുന്നുണ്ട്. ചിലപ്പം വർഷങ്ങളായിട്ട് പൂക്കാതെ നിന്ന ഒരു ചെടിയായിരിക്കും. ഇന്ന് നോക്കുമ്പോൾ ഉണ്ട് മൊട്ടിട്ടിരിക്കുന്നതായിട്ട് കാണുകയാണ്, അല്ലെങ്കിൽ ഇന്ന് നോക്കുമ്പം കാണുകയാണ് അതിൽ പൂ വിരിഞ്ഞ് നിൽക്കുകയാണ്. ഒരു കാലത്തും ഉണ്ടായിട്ടില്ല കേട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വീട്ടിൽ ആ ചെടി പുഷ്പിക്കുന്നത്. വെച്ച് ഒരുപാട് കാലം അതിന് പരിശ്രമിച്ചിരുന്നു ചെടി വളരാനായിട്ട്, പക്ഷേ വളരുന്നുണ്ട്, പക്ഷെ പൂക്കാതെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഇന്ന് ആദ്യമായിട്ട് കന്നിപ്പൂവ് ഏതെങ്കിലും ഒരു ചെടിയിൽ നിങ്ങളുടെ വീട്ടിന് മുന്നിൽ നിൽക്കുന്നത്, നിങ്ങളുടെ വീട്ടുപറമ്പിൽ നിൽക്കുന്നതിൽ കാണുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ശുഭശകുനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ ആർക്കെങ്കിലും ഇന്ന് നിങ്ങളുടെ വീട്ടിൽ കാണാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സാക്ഷാൽ ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. പൂക്കാത്ത പൂവും ഭഗവാന് വേണ്ടി പൂക്കും, ആ വീട് ഭഗവാന്റെ വരവോടെ പൂങ്കാവനമാവുമെന്നാ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം പൂക്കാതെ നിന്ന ചെടികൾ പൂത്തുലഞ്ഞു നിൽക്കുന്നത് അല്ലെങ്കിൽ പൂവിടുന്നത്, മൊട്ടിടുന്നത് നിങ്ങൾ കാണാൻ കഴിഞ്ഞാൽ ഏറ്റവും ശുഭശകുനമാണ് എന്നുള്ളതാണ്. ഇതാണ് നാലാമത്തേത്. അഞ്ചാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, ഇന്നത്തെ ദിവസം വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്ന സമയത്ത് കുയിലുകൾ കുരവയിടും എന്നുള്ളതാണ്. അതായത് സന്ധ്യയ്ക്ക് നിങ്ങൾ നിലവിളക്കിന് തിരി കത്തിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന കാര്യം എന്ന് പറയുന്നത് കുയിലുകൾ ശബ്ദം ഉണ്ടാക്കി പറന്നു പോകുന്നതാണ്. അല്ലെങ്കിൽ വീടിനോട് ചേർന്ന മരച്ചില്ലയിൽ കുയിലുകൾ വന്നിരുന്ന് ശബ്ദമുണ്ടാക്കുന്നതാണ് നിങ്ങൾ കേൾക്കുന്നത് എന്ന് പറയുന്നത്. ഏറ്റവും ശുഭകരമായിട്ടുള്ള ശകുനം കേട്ടോ. ആ വീട്ടിൽ എല്ലാ ഐശ്വര്യവും ഉണ്ടാവും എന്നാ പറയുന്നത്. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹവും ഒന്നിച്ച് ആ വീടിന് വരുമെന്നാ പറയുന്നത്. എന്താ അതിൻ്റെ ഗുണം? മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ ആരാ? സമ്പത്തിന്റെ ദേവതയാണ്, ഭഗവതിയാണ്, എല്ലാ ഐശ്വര്യത്തിൻ്റെയും ദേവതയാണ്. ആ ഐശ്വര്യം ആ വീട്ടിൽ മഹാലക്ഷ്മി പ്രദാനം ചെയ്യും. അയ്യപ്പസ്വാമി, കലിയുഗവരതനായ അയ്യപ്പസ്വാമി സകല ദുഃഖ ദുരിതങ്ങളും തീർത്തു തരും, ജീവിതം ഐശ്വര്യപൂർണമാകും എന്നുള്ളതാണ്. ഇതാണ് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്. അടുത്തത് ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന കാര്യം കേട്ടോ. എന്താണ് അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയുന്നത്? ഈ ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവില്ല. അപൂർവങ്ങളിൽ അപൂർവം, അത്രയും തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രം ജീവിതത്തിൽ കിട്ടുന്ന ഒരു ലക്ഷണമാണ് ഇത്. കിട്ടിയാൽ പിന്നൊരു തിരിഞ്ഞുനോട്ടം ഉണ്ടാവില്ല. അത്രയും വലിയ ഐശ്വര്യമായിരിക്കും വരാൻ പോകുന്നത്. കാര്യം മറ്റൊന്നുമല്ല, ഇന്നത്തെ ദിവസം നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ വീട് നിൽക്കുന്ന പറമ്പിലോ ഒരു മയില് വന്ന് കയറുക എന്നുള്ളതാണ്. മയിൽ ഇന്നത്തെ ദിവസം വീട്ടിലോ പരിസരത്തോ വന്ന് കയറുന്നത് ഏറ്റവും ശുഭകരമാണ് കേട്ടോ. ആ വീട്ടിൽ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് പറയുന്നത്. ആ വീട്ടിൽ ഭഗവാൻ ഉള്ള സമയത്താണ് മയിൽ വന്ന് കയറുന്നത് എന്ന് പറയുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ വീട്ടിലോ വീട്ടുപറമ്പിലോ പരിസരത്തോ മയിലിനെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഉപദ്രവിക്കുകയോ ആട്ടിപ്പായിക്കുകയോ ഒന്നും ചെയ്യരുത്. നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ തീർന്ന് സൗഭാഗ്യ ശകുനവുമായിട്ട് എത്തിയതാണ് ആ മയില് എന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും ഉണ്ടാവത്തില്ല. അപൂർവങ്ങളിൽ അപൂർവമായി കിട്ടുന്ന ഭാഗ്യമാണ്. കിട്ടുന്നവര് പുറത്തു പറയണ്ട, ഏറ്റവും സന്തോഷമായിട്ടിരുന്നുകൊള്ളൂ. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും ഇതോടുകൂടി തുടക്കമാവുകയാണ്. ഇതാണ് ആറാമത്തെ കാര്യം. ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത്,
ഇന്നത്തെ ദിവസം കാക്ക വീട്ടിൽ മരക്കഷ്ണം, പൂവ്, ലോഹക്കഷ്ണം ഇങ്ങനെ എന്തെങ്കിലും കൊത്തിക്കൊണ്ടുവന്ന് വീട്ടുമുറ്റത്തോ അല്ലെങ്കിൽ വീടിൻ്റെ ഉമ്മറത്തോ കൊണ്ടുവന്ന് ഇടുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ശുഭകരമാണെന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു ലോഹത്തിൻ്റെ തുണ്ടോ അല്ലെങ്കിൽ മരത്തിൻ്റെ കഷ്ണമോ മരച്ചില്ലയോ അതും അല്ലെങ്കിൽ പൂക്കൾ, വളരെ അപൂർവമായിട്ട് പൂക്കൾ കൊത്തിക്കൊണ്ടുവരും. അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്ന് നിങ്ങളുടെ മുറ്റത്തിട്ട് പറന്നു പോവുക. ചിലപ്പോൾ ശബ്ദം ഉണ്ടാക്കി പറന്നു പോകും. അത്തരത്തിൽ കൊണ്ടുവന്ന് ഇടുന്നത് നിങ്ങൾ കാണാനിടയാവുക. കൊണ്ടുവന്ന് ഇട്ടാൽ മാത്രം പോരാ, അത് നിങ്ങൾ കാണാനും കൂടി ഇടയാവണം. അതായത് നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കുമ്പം ഒരു കാക്ക വന്ന് കൊത്തിക്കൊണ്ടുവന്ന് ഇട്ടിട്ട് അല്ലെങ്കിൽ അത് കൊത്തിക്കൊണ്ടുവന്ന് വെച്ചിട്ട് പറന്നു പോകുന്നതായിട്ട് കാണുക. ഏറ്റവും ശുഭകരമാട്ടോ. കാക്ക ഈ ശകുനം നൽകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാമ്പത്തിക അഭിവൃദ്ധി വരുന്നതിൻ്റെ മുൻകൂർ ലക്ഷണമായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. ആർക്കെങ്കിലും ഈ ലക്ഷണം ഉണ്ട് എന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോളൂ. നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ തീരും, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും, സാമ്പത്തിക അടിത്തറ ഉണ്ടാകും, ആ വീട് സാമ്പത്തികമായി ഉയരും എന്നുള്ളതാണ്. ഇതാണ് മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത്. അടുത്തത് 8ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം ക്ഷേത്രം സ്വപ്നം കാണുക എന്നുള്ളതാണ്. അതായത് മകരവിളക്കെല്ലാം കണ്ടു കഴിഞ്ഞ് സന്ധ്യയ്ക്ക് വിളക്കെല്ലാം തെളിയിച്ച് രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത്, ഇന്ന് രാത്രി കിടന്ന് ഉറങ്ങുമല്ലോ, വിളക്കെല്ലാം കണ്ടു കഴിഞ്ഞ് വൈകിട്ട് വിളക്ക് വെച്ചു, മകരജ്യോതി എല്ലാം തെളിയുന്നത് കണ്ട് പ്രാർത്ഥിച്ച് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം എല്ലാം തേടി നമ്മൾ കിടന്നുറങ്ങുമല്ലോ. കിടന്നുറങ്ങിക്കഴിഞ്ഞ് നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് അറിയുന്നത് തലേന്ന് രാത്രിയിൽ ക്ഷേത്രം സ്വപ്നം കണ്ടിരിക്കുന്നു. ഏറ്റവും ശുഭകരമാട്ടോ. ഇന്ന് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത്, മകരവിളക്ക് കഴിഞ്ഞ് കിടന്നുറങ്ങുന്ന സമയത്ത് ആരെങ്കിലും അമ്പലം സ്വപ്നം കണ്ടിട്ടുണ്ട്. അമ്പലം എന്ന് പറയുമ്പോൾ ശബരിമല അമ്പലം തന്നെ അല്ല, ഏതമ്പലം ആകാം. ചിലപ്പോൾ നിങ്ങൾ പോയ ഏതെങ്കിലും യാത്രയെക്കുറിച്ചുള്ള ഓർമ്മയാകാം, നിങ്ങളുടെ കുടുംബക്ഷേത്രമാകാം, നിങ്ങളുടെ പരിചയത്തിലുള്ള അമ്പലമാകാം. ചിലപ്പോൾ ഏത് അമ്പലമാണെന്ന് പോലും അറിയത്തില്ല. ഒരു അമ്പലമുറ്റവും അമ്പല പരിസരവും ഒക്കെ ആയിരിക്കും സ്വപ്നത്തിൽ വരുന്നത്. അങ്ങനെ ഒരു ക്ഷേത്രത്തെ അല്ലെങ്കിൽ ഒരു അമ്പലത്തെ സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ, അറിയുന്നതോ അറിയാത്തതോ ആയിട്ടുള്ള ഒരു ക്ഷേത്രത്തെ ഇന്ന് രാത്രിയിൽ സ്വപ്നം കണ്ടാൽ അത് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഭഗവാന്റെ അനുഗ്രഹം നേടിയിരിക്കുന്നു, സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചതിൽ ഭഗവാൻ സംപ്രീതനാണ് എന്നുള്ളതിൻ്റെ 1ാം നമ്പർ ലക്ഷണമാണ്. ഈ ലക്ഷണം ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചുകൊള്ളൂ. ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ്, സർവ്വ ഐശ്വര്യങ്ങളും ജഗദീശ്വരൻ നൽകും, നന്നായി വരും എന്നുള്ളത്. ഇതാണ് 8ാമത്തെ കാര്യം എന്ന് പറയുന്നത്. അടുത്തത് 9ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം വീട്ടിലോ പരിസരത്തോ ഓലേഞ്ഞാലിയെ കാണുന്നതാണ്. ഐശ്വര്യമായിട്ട് വരുന്ന പക്ഷിയായിട്ടോ ഓലേഞ്ഞാലി എന്ന് പറയുന്നത്. എല്ലാ വീട്ടിലും വന്ന് കയറത്തില്ല. ഈശ്വരാധീനമുള്ള സമയങ്ങളിൽ, ഈശ്വരാധീനമുള്ള വീടുകളിൽ മാത്രം കാണാൻ സാധിക്കുന്ന ഒരു പക്ഷിയാണ് ഓലേഞ്ഞാലി എന്ന് പറയുന്നത്. ഒരിടത്ത് തന്നെ ഒരു 5 വീടുണ്ടെന്നുണ്ടെങ്കിൽ ആ 5 വീട്ടിൽ ഈ ഓലേഞ്ഞാലി പോകണമെന്നില്ല. ആ ഈശ്വരാധീനം തുളുമ്പുന്ന വീടുകളിൽ മാത്രമേ ഈ ഓലേഞ്ഞാലിയുടെ സാന്നിധ്യം നിത്യം കാണാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. ഐശ്വര്യമുള്ള ഭവനങ്ങളിൽ, ഈശ്വരാധീനം വിളയാടുന്ന ഭവനങ്ങളിൽ, ഈശ്വരനെ നിരക്കുന്ന രീതിയിൽ ജീവിക്കുന്നവർ താമസിക്കുന്ന ഗൃഹങ്ങളിൽ ഈ ഓലേഞ്ഞാലിയുടെ സാന്നിധ്യം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇന്നത്തെ ഈ മകരവിളക്ക് ദിവസം വീട്ടിലോ പരിസരത്തോ ഓലേഞ്ഞാലിയെ കാണുന്നത്, ഓലേഞ്ഞാലി വന്ന് ശബ്ദമുണ്ടാക്കുന്നത്, ഓലേഞ്ഞാലിയുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നത് ഏറ്റവും ശുഭകരമാണ്. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയുക, ഏറ്റവും നല്ലൊരു കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യം വരാൻ പോകുന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് ഇത് കണക്കാക്കാൻ സാധിക്കുന്നത്. അവസാനത്തത് 10ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ വീടിൻ്റെ വടക്ക് വശം ഉണ്ടല്ലോ, വടക്ക് എന്ന് പറയുന്ന ദിക്ക് സമ്പത്തിൻ്റെ ദിക്കെന്നാണ് ഈ ദിക്കിനെ പറയുന്നത്. കുബേരൻ വസിക്കുന്ന ദിക്കാണ്. ഈ വടക്ക് ദിക്കിൽ ഇന്നത്തെ ദിവസം കീരിയെ കാണുന്നത്, കീരി എന്ന് പറയുന്ന കുബേര വാഹനമാണ്. ഈ വടക്ക് ദിശയിൽ ഇന്നത്തെ ദിവസം കീരിയെ കാണുന്നത്, ഈ മകരജ്യോതി തെളിയുന്ന ഈ ദിവസം, ഭഗവത് സാന്നിധ്യം ഇവിടെ ഉള്ള ദിവസം നമ്മളുടെ വീടിൻ്റെ വടക്ക് വശത്ത് കീരിയെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിക്കാം നമ്മളുടെ ദുഃഖ ദുരിതങ്ങൾ അവസാനിക്കാൻ പോവുകയാണ്. ജഗദീശ്വരൻ്റെ കൃപയാൽ നമ്മളുടെ ദുരിതങ്ങളും സങ്കടങ്ങളും ഓരോന്നായിട്ട് ഇല്ലാതാകും, സർവം മംഗളമാകും എന്നുള്ളത്. ഇതാണ് 10ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. അപ്പം ഞാൻ 10 കാര്യങ്ങൾ പറഞ്ഞു. ഈ 10 എണ്ണത്തിൽ ഒരെണ്ണമെങ്കിലും ഇന്ന് രാത്രി തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ വീട്ടിൽ കണ്ടാൽ എഴുതി വെച്ചുകൊള്ളൂ, ആ വീട് രക്ഷപ്പെടാൻ പോകുന്നു. ഈശ്വര കൃപയാൽ, അയ്യപ്പന്റെ കൃപയാൽ സർവം മംഗളമാകാൻ പോകുന്നു. ഇനി ഈ പറഞ്ഞതൊക്കെ ശുഭലക്ഷണങ്ങളാണ് എന്നുണ്ടെങ്കിൽ 4 അശുഭ ലക്ഷണങ്ങൾ കൂടെ ഉണ്ട് കേട്ടോ. അതായത് ഞാൻ ഈ പറയാൻ പോകുന്ന
4 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അത് അതീവ അശുഭമാണ്. അതായത് ഇന്നത്തെ ദിവസം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ കാണാൻ പാടില്ലാത്ത 4 ലക്ഷണങ്ങൾ കൂടുണ്ട്. ഏതെങ്കിലും വീടുകളിൽ ഈ 4 അശുഭ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വീട്ടിനടുത്ത് ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ പോയി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ വലിയ അനർത്ഥങ്ങളും ദോഷങ്ങളും ആ വീടിന് വരുന്നതായിരിക്കും. അപ്പൊ ഈ കാണാൻ പാടില്ലാത്തത് അല്ലെങ്കിൽ കണ്ടാൽ ദോഷമായി തീരുന്ന ആ ലക്ഷണങ്ങൾ കൂടി ഞാനൊന്ന് പറയാം. ഒന്നാമത്തത്, ഇന്നത്തെ ദിവസം നിലവിളക്ക് കരിന്തിരി കത്തുക. ഒരു കാരണവശാലും ഇന്നത്തെ ദിവസം നിലവിളക്ക് കരിന്തിരി കത്താൻ പാടില്ല കേട്ടോ. ഈ മകരവിളക്ക് ദിവസം സന്ധ്യയ്ക്ക് ഏത് വീട്ടിലാണോ കരിന്തിരി കത്തുന്നത് ആ വീട് നശിച്ച ചരിത്രമേ ഉള്ളൂ. വെറുതെ ആയിട്ട് കാണരുത്, നിസ്സാരമല്ല. വിളക്ക് കത്തിച്ചു വെക്കുന്നവർ ഉറപ്പ് വരുത്തുക സമയത്ത് വിളക്ക് അണച്ചു എന്നുള്ളത്. ഒരിക്കലും കരിന്തിരി കത്താൻ ഇട കൊടുക്കരുത്, ഒന്നാമത്തത്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് പല്ലി ചത്ത് കിടക്കുന്നതായിട്ട് കാണുക. ഇന്നത്തെ ദിവസം സന്ധ്യയ്ക്കോ അല്ലെ ഉച്ച കഴിഞ്ഞോ വീട്ടിലോ പരിസരത്തോ അടുക്കളയിലോ അല്ലെ വീടിൻ്റെ മുറികളിലോ പല്ലി ചത്ത് കിടക്കുന്നതായിട്ട് കാണുന്നത് അതീവ ദോഷകരമാണ് കേട്ടോ. അതിൽ പരം ഒരു ദോഷ ശകുനം ഇന്നത്തെ ദിവസം കാണാനില്ല എന്നുള്ളതാണ്. അങ്ങനെ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും വേഗം ശിവക്ഷേത്രത്തിൽ പോയി ശിവന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നിങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ മൊത്തം പേരിലോ നടത്തി പ്രാർത്ഥിക്കണം. വലിയ അനർത്ഥങ്ങളും ദോഷങ്ങളുമാണ് വരുന്നത്. അത് ഒഴിവാകണമെന്നുണ്ടെങ്കിൽ എത്രയും വേഗം അത് ചെയ്ത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ലക്ഷണം, ചില്ല് പാത്രം അല്ലെങ്കിൽ ചില്ല് വസ്തുക്കൾ ഇന്നത്തെ ദിവസം ത്രിസന്ധിക്ക് വീണുടയുക എന്നുള്ളതാണ്. ഏറ്റവും ദോഷമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് ത്രിസന്ധ്യാ നേരത്ത് ചില്ല് പാത്രങ്ങൾ, കണ്ണാടി, ഗ്ലാസ് അല്ലെങ്കിൽ ഗ്ലാസ് കൊണ്ടുള്ള പാത്രങ്ങൾ ഇതൊക്കെ വീണ് ഉടയുക, തകരുക, അത് ത്രിസന്ധിക്ക് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനർത്ഥ ലക്ഷണമായിട്ടാണ് കണക്കാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ത്രിസന്ധിക്കൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധ വെച്ച് പുലർത്തുക. അതീവ ദോഷകരമായിട്ടുള്ള ലക്ഷണമാണ്, സൂക്ഷിക്കുക. അവസാനത്തേത് എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം രാത്രിയിൽ വീട്ടിലോ വീട്ടിൻ്റെ പരിസരത്തോ പാമ്പിൻ്റെ സാന്നിധ്യം കാണുന്നത് ദോഷമാണ് കേട്ടോ. രാത്രി ആയി കഴിഞ്ഞാൽ, പകല് കാണുന്ന പ്രശ്നമല്ല, രാത്രിയിൽ, ഇന്നത്തെ ദിവസം രാത്രിയിൽ പാമ്പിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ വീട്ടിലോ വീടിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ വീട്ടിൻ്റെ പുറത്തോ ചുറ്റുവട്ടത്തോ പാമ്പിനെ ഇന്ന് കാണുന്നത് അതീവ ദോഷ ശകുനമാണ് എന്നുള്ളതാണ്. അത്തരത്തിൽ കണ്ടു കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ എത്രയും വേഗം മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ശിവക്ഷേത്രത്തിൽ അടുത്ത ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും പോയി ചെയ്ത് പ്രാർത്ഥിക്കുക. ഭഗവാന് മാത്രമേ രക്ഷിക്കാൻ സാധിക്കുള്ളൂ. മഹാദേവന്റെ കരുണ ഉണ്ടെങ്കിലേ ദോഷങ്ങളും അനർത്ഥങ്ങളും ഒഴിഞ്ഞു പോവുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഈ പറഞ്ഞ 4 ലക്ഷണങ്ങൾ ദോഷ ലക്ഷണങ്ങളാണ്. എപ്പോഴും നമ്മൾ നല്ലത് മാത്രം അറിഞ്ഞിരുന്നാൽ പോരാ, ദോഷങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം. എങ്കിലേ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. ദോഷങ്ങൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ പോയി ശിവഭഗവാന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ഒന്നുകിൽ വീട്ടിൽ എല്ലാവരുടെയും പേരിൽ അല്ലെങ്കിൽ ഗൃഹനാഥൻ്റെ അല്ലെങ്കിൽ ഗൃഹനാഥയുടെ പേരിൽ കുടുംബത്തിന് ഒന്നടങ്കമായിട്ട് ചെയ്യുക, ചെയ്ത് പ്രാർത്ഥിക്കുക. ദോഷങ്ങൾ ഒഴിഞ്ഞു നിൽക്കട്ടെ എന്നുള്ളതാണ്. അപ്പം ഇതാണ് ദോഷലക്ഷണങ്ങൾ 4 എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കാര്യവും കൂടെ ശ്രദ്ധിക്കുക. ഇത് പറയാൻ വേണ്ടിയാണ് വന്നത്. നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും സാക്ഷാൽ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ, നന്നായി വരട്ടെ. എൻ്റെ അമ്മ മഹാലക്ഷ്മി നിങ്ങളെയും കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ, നന്നായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.